കോൺഗ്രസിന്റെ ഒരു ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെ BJP വിമർശിക്കുന്ന അതേ രീതിയിൽ തന്നെ ശശി തരൂർ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പറയുമ്പോൾ ഹൈക്കമാൻഡിനെ തൊടുമ്പോൾ അത് തങ്ങൾക്കും പൊള്ളലേൽക്കുമെന്ന് കരുതി ഇവരൊക്കെ ഒന്ന് പിന്നോട്ട് വലിഞ്ഞതും ആകാമെന്നാണ് ഞാൻ കരുതുന്നത്. പണ്ടത്തെ സ്വരാജ് പാർട്ടി പോലെ എന്തെങ്കിലും ഒന്ന് ഇപ്പോൾ തരൂർ ലക്ഷ്യമിടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി നമ്മൾ മുന്നിലേക്ക് വെക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കിയിട്ട് മനസ്സിലാകുന്നത്. കാരണം ഇപ്പോൾ നോക്കൂ, ഒവൈസിയെ ബീഹാറിൽ എങ്ങനെയാണ് NDAയുടെ ഭാഗമാക്കി മാറ്റുന്നത്? പലയിടങ്ങളിൽ പോയി ഒവൈസി വോട്ട് കട്ടറായി മത്സരിച്ചത് നരേന്ദ്രമോദിക്ക് വേണ്ടിയാണ്, NDAക്ക് വേണ്ടിയാണ് എന്നൊക്കെ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടപ്പോഴും ഒവൈസി നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്നത് അടക്കം വെച്ചുകൊണ്ടാണ് മറുഭാഗം അതിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ന് നോക്കൂ, ഇന്ന് അസദുദ്ദീൻ ഒവൈസി ചെയ്തത് എന്താണ്? നിതീഷ് കുമാറിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഒവൈസിയുടെ ഒവൈസിയെ പിന്തുണച്ചവരൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് നിശബ്ദരായി പോവുകയാണ്. കേരളത്തിലടക്കം അസദുദ്ദീൻ ഒവൈസിയുടെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നവരൊക്കെ ഒറ്റ നിമിഷത്തിൽ നിശബ്ദരായി പോവുകയാണ്. അസദുദ്ദീൻ ഒവൈസി ആ തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയയിൽ പോലും NDA നടത്തിയ ആ ഒരു കടന്നുകയറ്റം, അതിലൂടെയാണ് ഒവൈസി. എന്നാൽ പിന്നെ നേരത്തെ ജിമ്മി ജെയിംസ് സൂചിപ്പിച്ച ഉപമ കൃത്യമാണ്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ് എന്ന് ഇന്ത്യ മുന്നണിയെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് അസദുദ്ദീൻ ഒവൈസി ഇന്ന് ആ പിന്തുണ പ്രഖ്യാപിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന കപ്പലിൽ വിള്ളൽ വീണ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് മുന്നണി വേണ്ട, നമുക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ എന്തെങ്കിലും ആയാലോ, നമുക്കൊരു സ്പീഡ് ബോട്ട് മതി, ഒരു വലിയ കപ്പലൊന്നും ഓടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.